പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെയുള്ളവരെ ജ്വലിപ്പിക്കാനാവണമേ എന്നുള്ളതാണ് ഇന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന ഓർമ്മപ്പെടുത്തലും നമ്മളിന്ന് കർത്താവിൻ്റെ മുൻപിൽ വയ്ക്കുന്ന പ്രാർത്ഥനയും. കൂടെയുള്ളവരെ ജ്വലിപ്പിക്കാനാവണമേ. ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളാണ്. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്നുള്ള തിരുവചന ഭാഗം നിറവേറുന്ന വിധത്തിൽ ഈശോയുടെ കൂടെ നിൽക്കുന്ന മോശയും ഏലിയായും അവനെ നോക്കുന്ന പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഇങ്ങനെ ജ്വലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാന്നിധ്യം കൊണ്ടും ജ്വലിപ്പിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇരുളടഞ്ഞു പോകുന്ന ജീവിതത്തിൽ പ്രകാശത്തിൻ്റെ കരം പിടിച്ച് കൂട്ടുനടക്കാനായി സ്വർഗം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇതുവരെ എത്ര വെട്ടം കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കേണ്ട ദിവസമാണ്. മോശയെയും ഏലിയായെയും കർത്താവ് ജ്വലിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. മോശ സമാഗമ കൂടാരത്തിൽ കർത്താവുമായിട്ടുള്ള സംസാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന നേരത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധത്തിൽ മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. ആശ്വത്തിൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ശക്തനായ പ്രവാചകനായ ഏലിയായിക്ക് ജീവിതം മുഴുവൻ വെട്ടം കിട്ടിയിരുന്നത് സ്വർഗത്തിൽ നിന്നായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വലിയ പ്രവാചകൻ. അതിൻ്റെ അറ്റമെന്ന കണക്ക് അവർ മഹത്വത്തിൻ്റെ മലയിൽ കർത്താവിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് അവൻ്റെ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്ന മനുഷ്യരായി കാണപ്പെടുന്നത് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് കാണും. ഒപ്പം തന്നെ കർത്താവിനെ നോക്കിയ പത്രോസ് സ്ലീഹയും യാക്കോബ് സ്ലീഹയും യോഹന്നാൻ സ്ലീഹയും ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ദർശിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹത്വത്തിൻ്റെ പ്രകാശം കണ്ട് അവരുടെ ജീവിതം മാറി മറിയുന്നതും നമ്മൾ കാണും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്, കൂടെയുള്ളവരെ ജ്വലിപ്പിക്കാനാവുക. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഈശോ തന്നെയാണ്. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിച്ചു നോക്കി. ഇരുളടഞ്ഞ വഴികളിലൂടെ, വെട്ടം കെട്ടുപോയ, പ്രത്യാശ കെട്ടുപോയ ഈ വലിയ നിരാശയുടെ വഴികളിലൂടെ, സംസാരങ്ങളിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു അപരിചിതൻ കൂടെ കൂടുന്നു. അയാളുടെ സംസാരം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇരുളിനെയും മാറ്റിക്കളയുന്നുവെന്ന് പിന്നീടുള്ള അവരുടെ സംസാരം നമ്മളോട് പറഞ്ഞു തരും. അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ, ഉള്ളിലിങ്ങനെ വെട്ടം നിറയുകയായിരുന്നില്ലേ എന്ന് പറയണേ. നമ്മുടെ കൂടെയുള്ള മനുഷ്യരൊക്കെ എന്തൊരു നല്ല മനുഷ്യരാണ്. അവരുടെ തിളക്കം കെട്ടുപോയ ജീവിതത്തെ ഒന്ന് കഴുകിയെടുക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് രൂപാന്തരീകരണ തിരുനാൾ. എമ്മാവൂസിലേക്ക് പോയ ക്രിസ്തു ഇങ്ങനെ ആത്മീയമായ സംഭാഷണങ്ങൾ കൊണ്ട്, സ്വർഗത്തിൻ്റെ വെളിച്ചം കൊണ്ട് അവരുടെ ജീവിതത്തെ ഇങ്ങനെ കഴുകിയെടുക്കുന്നത് പോലെ, സ്വർണം പൊടിപിടിച്ച് കിടക്കുന്ന സ്വർണത്തെ ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ തിളക്കം വയ്ക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് നഷ്ടപ്പെട്ടു പോയ നന്മയും സുഹൃതങ്ങളും തിരിച്ചു കൊടുക്കാനായി എൻ്റെ ഒരു സാന്നിധ്യം, എൻ്റെ ഒരു മാതൃക, എൻ്റെ ഒരൊറ്റ വാക്ക് കാരണമാകുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. വചനം പറയുന്നുണ്ട്, വിളക്ക് കൊളുത്തി ആരും അത് പറയുടെ കീഴിൽ വയ്ക്കാറില്ല. എല്ലാവർക്കും വെളിച്ചം കിട്ടുന്ന വിധത്തിൽ ദീപപീഠത്തിന്മേലത്ര വയ്ക്കുക. നിങ്ങൾ മലമുകളിൽ കൊളുത്തി വെച്ചിരിക്കുന്ന വെളിച്ചമാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് പറഞ്ഞവൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തും, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. കർത്താവിൻ്റെ ആഗ്രഹമാണ് ഇന്നത്തെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. ഒപ്പമുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചം കൊടുക്കുന്നവരായി തീരാനുള്ള കൃപ തരണമേ എന്ന്. കൂടെ ജീവിക്കുന്നവരെ ജ്വലിപ്പിക്കുന്ന വിധത്തിൽ ഉള്ളിൽ സ്വർഗത്തിൻ്റെ ഒരു കനൽ സൂക്ഷിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ലോകത്തിൻ്റെ വെളിച്ചമായവന് മുൻപിൽ നമുക്ക് സ്വർഗത്തിൻ്റെ പ്രകാശം കിട്ടാനായി, അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. സ്നേഹമേ
പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു തുണ്ട് മെഴുകുതിരിയല്ല, നേരെ മറിച്ച് ഞാൻ കയ്യിലേന്തേണ്ട ദീപശിഖയാണ്. അത് വരും തലമുറകളിലേക്ക് കൊടുക്കും മുൻപ് എന്നാലാവും വിധം ഞാനത് പ്രകാശിപ്പിക്കണ്ടേ. രൂപാന്തരീകരണ തിരുനാൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ ഓരോ വാക്കും കനലുകളായി മാറട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തിയും പ്രകാശം വിതറുന്നതായിരിക്കട്ടെ. നമ്മുടെ ജീവിതം കൂടെയുള്ളവർക്ക് സ്വർഗത്തിലേക്ക് വഴിതെളിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസം നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കർത്താവ് അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.